കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. നഴ്സ് ഷിജിയും കുടുംബവും താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് തീപിടുത്തമുണ്ടായത്. സമീർ സി മുഹമ്മദ് ചേരുകയാണ്. സമീർ, എങ്ങനെയായിരുന്നു തീപിടുത്തമുണ്ടായത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് തീപിടുത്തം ഉണ്ടായത്. നഴ്സുമാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ അടുക്കളയിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഇവിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്താണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ അടുപ്പിൽ നിന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നു. പിന്നീട് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന വിറകും അതുപോലെ മറ്റ് സാധന സാമഗ്രികളെല്ലാം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വീടിനകത്ത് 3 പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പുക ശ്വസിച്ച് വലിയ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചു. അതിനെ തുടർന്ന് അവർ പിന്നീട് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അതേ തുടർന്നാണ് അവർക്ക് ജീവൻ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഷിജിയും കുടുംബവുമാണ് ഇവിടെ കഴിയുന്നത്. അവർ ജോലിക്ക് പോയ സമയത്തായിരുന്നു ഈ അപകടം. അവരുടെ മക്കൾ 3 പേരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത്? അതുപോലെ ഇപ്പം ഫയർഫോഴ്സൊക്കെ എത്തി, ഇപ്പോൾ തീയൊക്കെ അണച്ചിട്ടുണ്ട്. ഇപ്പോൾ തീയൊക്കെ അണച്ചിട്ടുണ്ട്. രാവിലെ ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോയായിരുന്നു. രാവിലെ പോയപ്പം ചോറ് അടുപ്പത്ത് വെച്ച് വെന്ത ആ അടുപ്പിൽ ലേശം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മോന് കുളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നാകാനാണ് തീ പോകാൻ സാധ്യത. മുകളിൽ കുറച്ച് വിറകടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചകിരിയും വിറകും കൂടെ. പക്ഷെ അത് നല്ല ഉയരത്തിൽ തന്നെയായിരുന്നു. പിള്ളേർ വിളിച്ച് വരുമ്പോഴാണ് തീ കത്തിയവർ അറിയുന്നത്. 3 മക്കളും കിടന്നുറങ്ങുമായിരുന്നു. ദൈവം വലിയ അനുഗ്രഹം തന്നതാണ്. കാരണം ഗ്യാസ് കുറ്റി എൻ്റെ തൊട്ടടുത്ത് പുതിയത് ഉണ്ടായിരുന്നു. ഇന്നലെ ഗ്യാസ് തീർന്ന കാരണം ഉള്ളിലേക്കെടുത്ത് അടുപ്പിൻ്റെ ഗ്യാസ് കുറ്റിയുള്ള ഭാഗത്തേക്ക് മാറ്റിയാണല്ല ആ കുറ്റി പുറത്തിരുന്ന കാലിക്കുറ്റി ഫുള്ളായിട്ട് കത്തി. അപ്പോൾ അത് ഫുൾ സിലിണ്ടറായി കത്തിയിരുന്നെങ്കിൽ പിന്നെ ഇതൊന്നും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആളപായം ഇല്ലാതെ ജീവൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പം വേറെ ക്വാർട്ടേഴ്സ് തൽക്കാലത്തേയും താമസിക്കാനായിട്ട് സാറിൻ്റെ അടുത്ത് മാറി ചോദിക്കണം. എല്ലാം ഓക്കെ. ദൈവത്തിൻ്റെ വലിയ ഫുൾ സിലിണ്ടർ ഉണ്ടായിരുന്നു, അത് അകത്തായിരുന്നു. ഫുൾ സിലിണ്ടർ ഉണ്ടായിരുന്നു അകത്തായിരുന്നു. അത് ഇന്നലെ ഞാൻ എടുത്തകത്ത് വെച്ചത്. മറ്റേ അകത്തെ തീർന്നാണ് എടുത്തകത്ത് വെച്ച് കാലി എടുത്ത് പുറത്ത് വെച്ചു. പുറത്തെന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഏരിയയിലാണ് നമ്മൾ കാലിക്കുറ്റി സൂക്ഷിക്കുന്നത്. ആ കാലിക്കുറ്റി സിലിണ്ടർ ഫുള്ള് കത്തി. അത് ഫുൾ സിലിണ്ടറാണ് ഇന്നലെ രാവിലെ വരെ അവിടെ ഇരുന്നത്. എന്തോ ഇപ്പം ദൈവകൃപയാൽ ഇത്രയും കൂടെ രക്ഷപ്പെട്ടു. പാത്രങ്ങൾ വരെയും കത്തി, ഇവയും കരിങ്കല് പോലും കത്തി പൊട്ടിപ്പോയിട്ടുണ്ട്. ആട്ടുകല്ലൊക്കെ വിണ്ട് മാറി, അലുമിനിയം ഒക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം തീ കത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മിനിങ്ങാന്ന് 2 ദിവസമായിട്ട് കണ്ണൂർ യാത്ര പോയതായിരുന്നു. അപ്പോൾ പുഴക്കൾ വന്നിട്ട് അതിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുമായിരുന്നു. അത് കാരണം അവർ 11 മണിയായിട്ട് അവർ എണീറ്റിട്ടില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ 2 പേരും ജോലിക്ക് പോയതാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഇവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള പാത്രം, അതായത് അലൂമിനിയം ഒക്കെ നമുക്ക് ഈ വിധത്തിൽ ഇങ്ങനെ കത്തി അങ്ങ് തീർന്നിരിക്കുകയാണ്. ഈ ഭാഗമൊക്കെ നമുക്ക് കാണാം എത്ര വലിയ ഒരു തീയിൻ്റെ ശക്തി എത്രമാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഭാഗത്തൊക്കെ അത് പൂർണ്ണമായും കത്തി അമർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ആട്ടുകല്ല് അത് ഇങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ അടർന്ന് മാറിയിട്ടുണ്ട്, ഇവിടെ പൊളിഞ്ഞ് വീണിട്ടുണ്ട്. അത് അത്രയേറെ സമയം അതിശക്തമായ തീയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന കാര്യം. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരെത്തുകയും അവരുടെ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയും ചെയ്തു. വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്.